വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിലുമപ്പുറം ഒരു പുരുഷന്റെ ഉള്ളിൽ നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? വെറും ആകർഷണവും യഥാർത്ഥ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസമെന്താണ്? കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മനുഷ്യന്റെ വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒരേ അടിസ്ഥാനമാണുള്ളത്. പുറമേ കാണുന്ന പ്രകടനങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ ഉള്ളിലെ സത്യസന്ധത തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരാറുണ്ട്. ചിലപ്പോൾ വളരെ മനോഹരമായി സംസാരിക്കുന്നവർ ഉള്ളിൽ യാതൊരു സ്നേഹവുമില്ലാത്തവരായിരിക്കാം. എന്നാൽ പുറമേ ഗൗരവക്കാരാണെങ്കിലും ഉള്ളിൽ അഗാധമായ സ്നേഹം സൂക്ഷിക്കുന്നവരുമുണ്ടാകാം. ഈയൊരു വലിയ ആശയക്കുഴപ്പത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആചാര്യ ചാണക്യൻ വളരെ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ചാണക്യൻ കേവലം ഒരു തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല. മനുഷ്യന്റെ മനസ്സിനെയും ബന്ധങ്ങളെയും കുറിച്ച് ഇത്രത്തോളം ആഴത്തിൽ പഠിച്ച മറ്റൊരു വ്യക്തി ചരിത്രത്തിൽ ചുരുക്കമാണ്. അദ്ദേഹം രചിച്ച ചാണക്യനീതി എന്ന ഗ്രന്ഥം വെറുമൊരു ഭരണഘടനാ പുസ്തകമല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു വഴികാട്ടിയാണ്. ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, യഥാർത്ഥ സ്നേഹം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ വാക്കുകളിലല്ല, മറിച്ച് അവന്റെ പ്രവൃത്തികളിലാണ് നിഴലിക്കുക എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. ആകർഷണം എന്നത് വളരെ വേഗം അവസാനിക്കുന്ന ഒന്നാണ്. ഒരു പൂവ് വിടർന്നു കൊഴിയുന്നതുപോലെയുള്ള ആയുസ്സു മാത്രമേ അതിനുള്ളൂ. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്നത് ഒരു വൻമരം പോലെയാണ്. കാലം ചെല്ലുന്തോറും അതിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്കിറങ്ങുകയും അത് കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും. ഈ വലിയ അറിവുകളിലേക്കും ചാണക്യൻ പറയുന്ന ആ 8 ലക്ഷണങ്ങളിലേക്കും നമുക്ക് കടക്കാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ ലക്ഷണം നിങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ബഹുമാനമാണ്. ഒരു പുരുഷൻ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളെ തനിക്ക് താഴെയുള്ള ഒരാളായി കാണില്ല. സമൂഹത്തിനു മുന്നിലും സുഹൃത്തുക്കൾക്കിടയിലും സ്വന്തം കുടുംബത്തിലും അവൻ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകും. നിങ്ങളുടെ വ്യക്തിത്വത്തെ അവൻ അംഗീകരിക്കും. പലപ്പോഴും സ്നേഹമുണ്ടെന്ന് പറയുന്ന പലരും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം പങ്കാളിയെ പരിഹസിക്കുകയോ അവരുടെ കുറവുകളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ അഗാധമായി സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ഒരിക്കലും അതിന് മുതിരില്ല. അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുറവുകൾ അവന്റേതുകൂടിയാണ്. ആരും പൂർണ്ണരല്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുകയും നിങ്ങളുടെ നല്ല വശങ്ങളെ അവൻ എപ്പോഴും പ്രശംസിക്കുകയും ചെയ്യും. അവൻ സംസാരിക്കുന്ന രീതിയിൽ, അവൻ നിങ്ങളെ നോക്കുന്ന രീതിയിലെല്ലാം ആ ബഹുമാനം പ്രതിഫലിക്കും. ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ബഹുമാനമില്ലാതെ ഒരിക്കലും യഥാർത്ഥ സ്നേഹം നൽകാൻ കഴിയില്ല എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവൻ നൽകുന്ന വലിയ പ്രാധാന്യമാണ്. ജീവിതത്തിലെ ഏത് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. അത് ഒരു വീട് വയ്ക്കുന്ന കാര്യമായാലും ഒരു വാഹനം വാങ്ങുന്ന കാര്യമായാലും അല്ലെങ്കിൽ ജോലിയിലെ എന്തെങ്കിലും മാറ്റങ്ങളായാലും അവൻ നിങ്ങളുടെ അഭിപ്രായം തേടും. ഇതിനർത്ഥം അവന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ല എന്നല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളാണെന്നും തന്റെ തീരുമാനങ്ങൾ നിങ്ങളെക്കൂടി ബാധിക്കുന്നതാണെന്നും അവൻ തിരിച്ചറിയുന്നു എന്നതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് അവൻ വില നൽകും. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവൻ ഇഷ്ടമുള്ളതായിരിക്കില്ല, എങ്കിലും അവനത് മുഴുവനായി കേൾക്കാൻ തയ്യാറാകും. ഒരു നല്ല കേൾവിക്കാരനാകുക എന്നത് സ്നേഹത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും സന്തോഷങ്ങളും അവൻ വളരെ താൽപര്യത്തോടെ കേട്ടിരിക്കും. നിങ്ങൾ പറയുന്നത് അസംബന്ധമാണെന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല. ചർച്ചകളിലൂടെയും പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പുരുഷൻ നിങ്ങളെ ജീവനുതുല്യം സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ അഭിമാനത്തെ സ്വന്തം അഭിമാനമായി അവൻ കാണുന്നു എന്നതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ അത് അവനെ നേരിട്ട് ബാധിക്കുന്നതുപോലെ അവന് വേദനിക്കും. നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ എപ്പോഴും ഒരു കവചം പോലെ മുന്നിലുണ്ടാകും. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴോ പരിഹസിക്കുമ്പോഴോ അവൻ അവർക്കൊപ്പം ചേർന്ന് ചിരിക്കില്ല, മറിച്ച് നിങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്താൻ അവൻ തയ്യാറാകും. സ്വന്തം ജീവനേക്കാൾ ഉപരിയായി നിങ്ങളുടെ മാനത്തിന് അവൻ വില കൽപ്പിക്കും. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷ എന്നത് ഭൗതികമായ സമ്പത്തല്ല, മറിച്ച് അവൾക്കൊപ്പം നിൽക്കാൻ, അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു പുരുഷനുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസം അവൻ നിങ്ങൾക്ക് എപ്പോഴും നൽകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ അവൻ എപ്പോഴും നിങ്ങളിൽ നിറയ്ക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ പഴിചാരി മാറി നിൽക്കാതെ ആ പ്രശ്നങ്ങളെ ഒന്നിച്ചു നേരിടാൻ അവൻ മുൻപന്തിയിലുണ്ടാകും. നാലാമത്തെ ലക്ഷണം പൂർണ്ണമായ വിശ്വസ്തതയാണ്. ചാണക്യന്റെ അഭിപ്രായത്തിലെ ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് വിശ്വാസമാണ്. അഗാധമായി സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീക്ക് ഒരിക്കലും സ്ഥാനമുണ്ടാകില്ല. അവന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും അവൻ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടവനായിരിക്കും. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും അവൻ ആ വിശ്വസ്തത കാത്തുസൂക്ഷിക്കും. രഹസ്യങ്ങളില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. അവന്റെ ഫോണോ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളോ നിങ്ങളിൽ നിന്നും ഒളിച്ചുവെക്കാൻ അവൻ ശ്രമിക്കില്ല. കാരണം അവന് നിങ്ങളിൽ നിന്നും ഒന്നും മറച്ചുവെക്കാനില്ല. ഒരു നുണ പറഞ്ഞോ മറ്റൊരു നുണയിലേക്ക് പോകുന്നതിനു പകരം എത്ര കൈപ്പേറിയ സത്യമാണെങ്കിലും അത് നിങ്ങളോട് തുറന്നു പറയാനുള്ള ആർജവം അവൻ കാണിക്കും. ഈ വിശ്വസ്തത വാക്കുകളിൽ മാത്രമല്ല, അവന്റെ ഓരോ നോട്ടത്തിലും ചലനത്തിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ കുറവുകളോടും തെറ്റുകളോടുമുള്ള അവന്റെ ക്ഷമയാണ്. മനുഷ്യർ തെറ്റുകൾക്ക് അധീനരാണ്.
പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പല തെറ്റുകളും ചെയ്തേക്കാം. എന്നാൽ അഗാധമായി സ്നേഹിക്കുന്ന ഒരാൾ ആ തെറ്റുകളെ ഓർത്ത് നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല. അവൻ നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറാകും. ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ബന്ധം അവസാനിപ്പിക്കാനോ നിങ്ങളെ മാനസികമായി തളർത്താനോ അവൻ ശ്രമിക്കില്ല. പകരം ആ തെറ്റുകൾ തിരുത്താനും കൂടുതൽ നല്ലൊരു വ്യക്തിയാകാനും അവൻ നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്വഭാവം അവനുണ്ടാകില്ല. നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അവിടെ നിങ്ങൾക്ക് താങ്ങായി നിൽക്കാനാണ് അവൻ എപ്പോഴും ശ്രമിക്കുക. ദേഷ്യം വന്നാൽ പോലും നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കും. നിയന്ത്രണം വിട്ട് പെരുമാറാതെ സ്നേഹം കൊണ്ട് നിങ്ങളെ തിരുത്താൻ അവൻ എപ്പോഴും ശ്രദ്ധിക്കും. ആറാമത്തെ ലക്ഷണം ഭാവിയിലേക്കുള്ള കരുതലും സാമ്പത്തിക സുതാര്യതയുമാണ്. സ്നേഹം എന്നത് കേവലം വൈകാരികമായ ഒരു കാര്യം മാത്രമല്ല, പ്രായോഗികമായ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവനായിരിക്കും. നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം നൽകാൻ അവൻ കഠിനമായി പരിശ്രമിക്കും. സ്വന്തം വരുമാനത്തെക്കുറിച്ചും ചിലവുകളെക്കുറിച്ചും അവൻ നിങ്ങളോട് തുറന്നു സംസാരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളെ ഇരുട്ടിൽ നിർത്താൻ അവൻ ഒരിക്കലും ശ്രമിക്കില്ല. അവനുള്ളതിൽ ഒരു പങ്ക് എപ്പോഴും നിങ്ങൾക്കായി മാറ്റിവെക്കാൻ അവൻ ശ്രദ്ധിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ അവന് സാധിക്കും. സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂടുതൽ അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും. നിങ്ങളെ സാമ്പത്തികമായി ആരുടെയും മുന്നിൽ കൈനീട്ടാൻ അവൻ അനുവദിക്കില്ല. ഇത് പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല, മറിച്ച് നിങ്ങളോടുള്ള കരുതൽ കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. ഏഴാമത്തെ ലക്ഷണം പ്രതിസന്ധികളിലും രോഗാവസ്ഥയിലും അവൻ നൽകുന്ന പിന്തുണയാണ്. നല്ല സമയങ്ങളിൽ എല്ലാവരും ഒപ്പമുണ്ടാകും. എന്നാൽ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നത് മോശം സമയങ്ങളിലാണ്. നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് അവൻ നിങ്ങളെ എങ്ങനെ പരിചരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഒരു സ്വന്തം അമ്മയെപ്പോലെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ അവന് കഴിഞ്ഞാൽ അതിനർത്ഥം അവന്റെ സ്നേഹം അത്രമേൽ ആഴത്തിലുള്ളതാണെന്നാണ്. നിങ്ങളുടെ വേദന അവന്റേതു കൂടിയായി മാറും. ആ സമയങ്ങളിൽ അവൻ ഒരിക്കലും നിങ്ങളെ ഒരു ഭാരമായി കാണില്ല. തന്റെ ജോലികളും മറ്റ് തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾക്ക് കാവലായി ഇരിക്കാൻ അവൻ തയ്യാറാകും. നിങ്ങളുടെ മനസ്സിന് ധൈര്യം പകരാനും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും അവന് സാധിക്കും. ജീവിതത്തിൽ എന്തു വലിയ നഷ്ടം സംഭവിച്ചാലും അവൻ നിങ്ങളുടെ കൈവിട്ടു പോകില്ല എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകാൻ അവന് കഴിയും. എട്ടാമത്തെ ലക്ഷണം നിരുപാധികമായ സ്നേഹവും നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള അവന്റെ ആഗ്രഹവുമാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും തിരികെ പ്രതീക്ഷിച്ചുകൊണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷമാണ് അവന്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ മുഖത്തൊരു ചിരി കാണാൻ അവൻ എന്തും ചെയ്യാൻ തയ്യാറാകും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ നിങ്ങൾക്ക് സർപ്രൈസുകൾ നൽകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓർത്തുവെച്ച് അത് നിങ്ങൾക്ക് നൽകാൻ അവൻ ശ്രദ്ധിക്കും. നിങ്ങളുടെ വിജയങ്ങളിൽ അവൻ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ അവൻ ഒപ്പമുണ്ടാകും. നിങ്ങളെ സ്വന്തം പാദങ്ങൾക്കടിയിൽ നിർത്താനല്ല, മറിച്ച് നിങ്ങൾക്ക് ആകാശത്തോളം പറക്കാൻ അവസരം നൽകാനാണ് അവൻ എപ്പോഴും ആഗ്രഹിക്കുക. അവൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വിലക്കില്ല, മറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. അവന്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നായിരിക്കും. ഈ 8 കാര്യങ്ങൾ ഒരു പുരുഷനിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന് നിങ്ങളോട് വാക്കുകൾക്കതീതമായ സ്നേഹമുണ്ടെന്നുറപ്പിക്കാം. ചാണക്യന്റെ ഈ നിരീക്ഷണങ്ങൾ കേവലം പുസ്തകത്താളുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യങ്ങളാണ്. സ്നേഹം എന്നത് ഒരു ദിവസത്തെ പ്രകടനമല്ല, അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു വലിയ സമർപ്പണമാണ്. ഒരു പുരുഷന് തന്റെ പങ്കാളിയോട് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അവന്റെ സത്യസന്ധമായ സ്നേഹവും സമയവുമാണ്. അത് ലഭിക്കുന്ന ഏതൊരു സ്ത്രീയും ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ വ്യക്തിയാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഓർക്കുക.